ലൈംഗിക അതിക്രമിയാണ്, പുറകെ വന്നത് പുതിയ സ്ത്രീത്വം എങ്ങനെയാണ് ചെയ്യുക, പുറകെ ഇപ്പോ തോന്നിയാസം കാണിച്ചാൽ ആരും പുറകെ വരും, അടിക്കും, അത് സാമാന്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഉണ്ടായതെന്ന് CPM ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ അക്കാര്യത്തിൽ കക്ഷിയൊന്നും ചേരുന്നില്ല. അടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന്റെ പക്ഷം പറഞ്ഞിട്ടൊന്ന് പൊക്കോട്ടെ. ശരി, ഒന്ന് ഷിജു ഖാന്റെ ഓഡിയോ ഡൗൺ ചെയ്യും. ഏതു പറയും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഇടങ്ങേറായിട്ട് ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇവരെ പാർട്ടി തന്നെയാണ് DIFI. അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു, അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു. ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ്. പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കേസ്. പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണ്, ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, എല്ലാം നല്ല ആൾക്കാരാണ്. എന്നെ തേച്ചതാണല്ലേ, പീഡന വീരന്മാരേ ഇല്ല. ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിലും MLA സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെക്കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.